കുട്ടിയുടെ മാതാവ് തീവ്രപരിചരണ വിഭാഗത്തിലായതിനാൽ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പേരാമംഗലം പോലീസ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ ചെമ്പംകണ്ടം ഭരതമേഖലയിൽ കാട്ടുപന്നി ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. കനാൽ പാലത്തിന് സമീപം കാട്ടുപന്നി വളർത്തുനായയെ ആക്രമിച്ചു. പന്നിയുടെ ആക്രമണത്തിൽ നായയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ വളർത്തുമൃഗങ്ങളെ കൂടി പന്നികൾ ആക്രമിക്കുന്നതോടെ പ്രദേശവാസികൾ കൂടുതൽ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെമ്പുകണ്ടം ഭരതക്കനാൽ പാലം സ്വദേശി സുമതിയുടെ വീട്ടിലെ വളർത്തുനായയെ കാട്ടുപന്നി ആക്രമിച്ചത്. വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട നായയെ പന്നി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. പ്രദേശത്ത് നിരന്തരം പന്നിശല്യം രൂക്ഷമാണെങ്കിലും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് ഇത് ആദ്യമാണ്. കാർഷിക വിളകൾ പൂർണ്ണമായും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് മൂലം പ്രദേശത്തെ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ പന്നികൾ വളർത്തുമൃഗങ്ങളെ കൂടി ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നതോടെ ജനങ്ങളും ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടെ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും ഇവിടുത്തുകാർ പറയുന്നു. പട്ടിയുടെ കൈ ഓർണം തല്ലി ഓടിച്ച് തവിടുപൊടിയാക്കി. തന്നെയല്ല, ഈ ചെറുക്കം പോയി കഴിഞ്ഞാൽ താമസിച്ച് പണിക്ക് വണ്ടിയിലേക്കാണ് പോകണം. ഞാൻ തന്നെയുള്ളൂ. ഞാൻ മെമ്പറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. കാരണം ഇത് ഇതിനകത്ത് കാടാ. ഞാൻ ബസ്സിൽ വണ്ടിയിലൊക്കെ പോണതാ. വണ്ടി പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാ, അമ്മ ഇവിടെ ഒറ്റയ്ക്കാ. ഈ തൊട്ടടുത്ത് ഇങ്ങനെ സുമതിയും മകൻ സുനിലും വീട്ടിലുള്ള സമയത്താണ് പന്നിയുടെ ആക്രമണമുണ്ടായത്. നായയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സുനിൽ പന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പരുമലയിൽ മത്സ്യവ്യാപാരിയെ മർദ്ദിച്ച് പണം